ദിവസങ്ങളിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ചെറിയ പോര് നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ ചെറിയ പോര് ഇപ്പോൾ വലുതായോ എന്നൊരു ഡൗട്ട്. കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വെറും ഒരു നാലാം കിട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്നു എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി അംഗം S. അജയ്കുമാർ പറഞ്ഞു. പാലക്കാട് ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ബിനോയ് വിശ്വത്തിനെതിരെയുള്ള അജയ്കുമാറിന്റെ ഈ രൂക്ഷ വിമർശനം. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-നും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ CPI-ക്കുമാണ് എന്നതാണ് സമീപനം. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPI-ക്കാർക്കുള്ളതെന്നും അജയ്കുമാർ പറഞ്ഞു. കേവലം 5% വോട്ട് മാത്രമേ സംസ്ഥാനത്ത് CPI-ക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് CPI-ക്ക് ജയിക്കാനാവില്ല. എവിടെയെങ്കിലും 4 CPI-ക്കാരുണ്ടെങ്കിൽ 4 ആളുള്ളിടത്ത് 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും വിമർശിക്കുന്ന CPI-യുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകൾ പത്തരമാറ്റ തങ്കമാണോ എന്നും അജയ്കുമാർ ചോദിച്ചു. സത്യം പറഞ്ഞാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ് ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പിണറായിയുടെ ഏറ്റവും അടുത്തയാളായി വെള്ളാപ്പള്ളി നടേശൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ പറയുന്നവർ ആരായാലും അവർ വേണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിനും പിണറായി വിജയനും ഉള്ളതെന്ന് തന്നെ പറയാം. CPI നേതാക്കൾ ചതിയൻ ചന്തുമാരാണെന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ച് അവസാനം തള്ളിപ്പറയുകയുമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ മറിച്ചൊരക്ഷരം നമ്മുടെ മുഖ്യനോ മറ്റു മന്ത്രിമാരോ പറഞ്ഞില്ല. മലബാറിലെ മുസ്ലിങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ച് പ്രസംഗിച്ചു. മലപ്പുറത്ത് നിന്നും പോയപ്പോൾ ചേർത്തലയിലെത്തിയ വെള്ളാപ്പള്ളിക്ക് മാലയിട്ട് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് തെറ്റായി പോയെന്നും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞതാണ് ഇപ്പോൾ CPM നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കേരളത്തിലെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ പച്ചത്തെറി വിളിക്കുകയും MSF ആയതുകൊണ്ട് മാത്രം ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും വെള്ളാപ്പള്ളി ചെയ്തിട്ടുണ്ട്. ഏതായാലും LDF മുന്നണിയിലെ ഈ വിള്ളൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ഇനിയും CPM-ഉം പിണറായിയും വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് നിന്നാൽ സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഉറപ്പായി.